പ്രചോദേട്ടൻ. എന്റെ ദൈവമേ, അന്ന് കല്യാണത്തിന് വന്ന ഓർമ്മയില്ലേ? താലി കെട്ടി കഴിഞ്ഞ് ഞാൻ പോയ ഗൾഫില്. വർഷം 5 കഴിഞ്ഞ്. അന്നേ ഞാൻ പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്ന്. ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് ഗസ് ചെയ്ത് പറയാമോ? സർപ്രൈസ് ആയിട്ടാണെങ്കിൽ അല്ല, പയ്യെ കത്തുള്ളൂ. എന്നാലൊന്ന് സ്പ്രേ അല്ല 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 അല്ല, പയ്യെ കത്തും. ഗ്ലാസ് ആയിരിക്കും. അതല്ല, അത് എനിക്കുള്ളൂ, അത് തരത്തില്ല. പയ്യെ കത്തത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടീഷർട്ടും അല്ലേ? അതൊന്നുമല്ല. തോറ്റോ? ടോർച്ച്. ഇതാണോ? ഇത് കത്തുന്നില്ലല്ലോ. ഇത് അതല്ലേ ഞാൻ വന്നപ്പോഴേ പറഞ്ഞ പയ്യെ കത്തത്തുള്ളൂ. നല്ലോണം ആണ്ടി നോക്ക്, എന്നാലേ കത്തത്തുള്ളൂ. ഏതൊരു പ്രവാസിയുടെയും ഒരു ആഗ്രഹമാണ് ഒരു വീട്. അതുകൊണ്ട് ഏറെക്കുറെയൊക്കെ ആയി. ഇനി ഇത് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. പിന്നെ എന്റെ ഭാര്യയെ അറിയിക്കാതെയാണ് ഞാൻ വന്നേക്കുന്നത്. അവക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അവൾ അറിയാതല്ലേ വന്നത്. അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും. സ്വർഗമന്ദിരം പണിഞ്ഞു സ്വർണ്ണഭൂമിയിൽ കാലമെന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും കൊച്ചു കൊച്ചു മോഹം മച്ചകത്തിലെന്നും ചാരിരം പാടുവാൻ കാതോർത്തുനിൽക്കൂ. ഈ ഷെഡിനകത്തൊന്നും ഇവിടെ കാണാനില്ലല്ലോ. ഇവിടെ ഇത് എവിടെ പോയി ദൈവമേ? ഞാൻ എന്റെ ഭർത്താവ്. എന്റെ ചേട്ടൻ വന്ന്. എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ നിങ്ങളെയാണോ തല്ലിയത്? എനിക്കിത് സഹിക്കാൻ വയ്യ. കുഴപ്പമില്ല, കളഞ്ഞേരെ. അതങ്ങനെ കളയാൻ പറ്റുന്ന ഒന്നല്ല. അതല്ലടി, അത് വിട്ടേരെ. അതങ്ങനെ വിട്ടുകളയാൻ പറ്റിയ ഒന്നല്ല. ഇടി, ഇച്ചിരി കുഴമ്പെടുത്തങ്ങ് തേച്ചാ തീരുന്ന കേസല്ലേ ഉള്ളൂ. കുഴമ്പോ? നിങ്ങളുടെ തലയുടെ കാര്യമല്ലേ. പിന്നെ ഞാനും എന്റെ കുഞ്ഞമ്മയും കൂടെ പഴനിക്ക് പോയപ്പോ മേടിച്ചോണ്ട് വന്ന് എന്റെ കുടം ചളകിപ്പോയി. നിനക്കെന്തടി? നിനക്കെന്ത്? അയ്യോ, അത് വിട്. ഞാൻ വന്നല്ലോ, എത്തിയല്ലോ, സന്തോഷമായല്ലോ. അളിയനെയും പെങ്ങളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ വന്നു. അളിയനെയും പെങ്ങളെയും കണ്ടേച്ചാ മാത്രം മതി. 5 വർഷം കൂടെ ഇല്ല എന്നിട്ട് എന്റെ അടുത്തോട്ട് നിൽക്കണ്ട. അളിയനും പെങ്ങളും വരണ്ട. നീ എന്തോ അങ്ങനെ പറഞ്ഞ? ഭാര്യ മാത്രം നിൽക്കാൻ നേരത്തെ അളിയനും പെങ്ങളും വരേണ്ട കാര്യമുണ്ടോ? പിന്നെ വേറെ ആര് വേണം? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.